ഹായ് 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 നമ്മൾ അടുത്ത ദിവസത്തെ അതായത് നാളത്തെ മാത്സിന്റെ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാഷിക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. മാത്സിന്റെ വാർഷിക പരീക്ഷയ്ക്ക് ആനുവൽ എക്സാം ചോദ്യം എന്തായാലും ഉണ്ടായിരിക്കും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ മിക്ക ആൾക്കാർക്കും അറിയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഉത്തരം ചെയ്യാൻ വേണ്ടി അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ ചോദ്യം കാണിക്കുമ്പോഴും അത് എയുടെ ഉത്തരം എന്താണോ എ എന്ന് പറഞ്ഞതിന് ഉത്തരം, ബിയുടെ ഉത്തരം എന്താണോ ബി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം ഞാൻ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം കേട്ടോ. ഇതിന് ഉത്തരം അറിയുന്നവരൊക്കെ ചോദ്യം കാണുമ്പോൾ തന്നെ ഉത്തരം കമന്റ് ബോക്സിൽ ഞാൻ ചെയ്തതിന് മുമ്പേ ഇടുക. അപ്പൊ ആർക്കൊക്കെ ഇതിന് ഉത്തരം നേരത്തെ തന്നെ കിട്ടാൻ നോക്കാം. ഒരു ആക്ടിവിറ്റി ഫുൾ സെറ്റ്. നാളത്തെ എക്സാമിന് എന്തായാലും ഈ ചോദ്യം ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് ആ ചോദ്യം നമുക്ക് നോക്കാം. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇതുപോലൊരു ചിത്രം തന്നിട്ട് അതായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇവിടെ ആദ്യത്തെ ചോദ്യം എന്താണ്? വിച്ച് ഗ്രേഡ് ഡിഡ് മോർ ചിൽഡ്രൻ ഗെറ്റ്? ഏത് ഗ്രേഡ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയെന്നാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം അല്ലേ. ഈ ചിത്രം നോക്കിക്കേ, ഇവിടെ ഗ്രേഡുകൾ തന്നിട്ടുണ്ട്. എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ്, ഡി ഗ്രേഡ്, ഇ ഗ്രേഡ്, അങ്ങനെ ഗ്രേഡുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പുറത്ത് എന്താ തന്നത്? നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അർത്ഥം എന്താ? കുട്ടികളുടെ എണ്ണം. കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ തന്നത്. അപ്പൊ ഗ്രേഡ് കുട്ടികളുടെ എണ്ണമാണ്. അപ്പൊ ഗ്രേഡും അത് കിട്ടിയ കുട്ടികളെ എണ്ണമാണ് ഈ ചിത്രത്തിലുള്ളത്. നമുക്ക് ഇതും വായിക്കുമ്പോൾ മനസ്സിലായി. പിന്നെന്താണ്? ഈ എ ഗ്രേഡ് എന്നുള്ളത് ഇത്രയും ഉയരത്തിലാണ്. ഏത് നമ്പറിന്റെ വരെ? ഈ 7 എന്നുള്ള നമ്പറിന്റെ നേരെ അത്രയും ഉയരത്തിലാണ് എ ഗ്രേഡ്. അതായത് എ ഗ്രേഡ് 7 കുട്ടികൾക്കാണ് കിട്ടിയത്. ബി ഗ്രേഡോ? ബി ഗ്രേഡ് ഇത്രയും ഉയരത്തിലാണ്. 9 എന്നുള്ള നമ്പറിന് നേരെയാണ് ബി ഗ്രേഡ് ഉള്ളത് അല്ലേ. അത്രയും ഉയരത്തിലാണ്. 9 എന്നുള്ള നമ്പർ അത്രയും ഉയരത്തിലാണ് ബി ഗ്രേഡ് ഉള്ളത്. അപ്പൊ ബി ഗ്രേഡ് 9 കുട്ടികൾക്കാണ് കിട്ടിയത്. ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള ഗ്രേഡ് ഇതിൽ ഏതാണെന്ന ചോദ്യം. ഏതാണ് ഇതിൽ ഏറ്റവും ഉയരത്തിലുള്ളത്? ബി ഗ്രേഡ് ആണ്. ബാക്കിയൊക്കെ അതിനേക്കാൾ താഴത്താണ് അല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ ബി ഗ്രേഡ് ആണ് കിട്ടിയത്. ഗ്രേഡ് ഏതാണെന്ന ചോദ്യം. ആ ഗ്രേഡ് എത്ര കുട്ടികൾക്കാണ് കിട്ടിയെന്നല്ല, ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയ ഗ്രേഡ് ഏതാണ്? ബി ഗ്രേഡ് ആണ്. ബി ഗ്രേഡ് എന്ന് എഴുതിയാൽ അതിന് മാർക്ക് സെറ്റ്. ഇനി അടുത്ത ചോദ്യം എന്താ? വാട്ട് ആർ ദി ഗ്രേഡ്സ് ഒബ്റ്റെയിൻഡ് ബൈ ദി സെയിം നമ്പർ ഓഫ് ചിൽഡ്രൻ? ഇതിൽ ഏതോ 2 ഗ്രേഡുകൾ ഒരേ എണ്ണം കുട്ടികൾക്ക് കിട്ടിയതാ. അത് ഏതൊക്കെ ഗ്രേഡുകളാ? എ ഗ്രേഡ് നോക്കുമ്പോൾ ഇത്രയും ഉയരത്തിലാണ്. പിന്നെ ഇങ്ങനെ അതിന്റെ അതേ ഉയരത്തിൽ ഡി ഗ്രേഡും ഉണ്ട്. അതായത് എ ഗ്രേഡും ഡി ഗ്രേഡും ഒരേ അളവ് കുട്ടികൾക്ക് കിട്ടിയത്. എത്ര കുട്ടികൾക്കാ? 7 കുട്ടികൾക്ക്. അപ്പൊ ഏതൊക്കെ ഗ്രേഡുകളാണ് ഒരേ അളവിൽ നിൽക്കുന്നത്? എ ഗ്രേഡും ഡി ഗ്രേഡും. അപ്പോൾ ഒരേ അളവിൽ കിട്ടുന്ന ഗ്രേഡുകൾ ഏതൊക്കെ? കിട്ടിയിട്ടുള്ള ഗ്രേഡുകൾ എ ഗ്രേഡും ഡി ഗ്രേഡ് ആണ്. അത് രണ്ടാണ് ഒരേ എണ്ണം കുട്ടികൾക്ക്. രണ്ടും 7 കുട്ടികൾക്ക് വീതം കിട്ടിയത്. ഒരേ എണ്ണം കുട്ടികൾക്ക് വീതം കിട്ടിയിട്ടുള്ള ഗ്രേഡ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? പ്രിപ്പയർ എ ടേബിൾ ഷോയിങ് ദി ഗ്രേഡ്സ് ആൻഡ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു റിസീവ്ഡ് ദം. അതായത് കുട്ടികൾക്ക് കിട്ടിയ ഗ്രേഡ് അത് ഓരോന്നും കിട്ടിയിട്ടുള്ള കുട്ടികളെ എണ്ണവും കാണിക്കുന്ന ഒരു ടേബിൾ ഉണ്ടാക്കാൻ, ഒരു പട്ടിക ഉണ്ടാക്കാനാണ് ചോദ്യം. അത് ഉണ്ടാക്കാൻ അറിയുന്നവരാണെങ്കിൽ കമന്റ് ബോക്സിൽ സി എന്ന് പറഞ്ഞിട്ട് അറിയാമെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഹാർട്ടിന് മോചിട്ടാൽ മതി കേട്ടോ. അതിന് ഉത്തരം ടൈപ്പ് ചെയ്യണമെന്നില്ല. അതിന് ഉത്തരം എഴുതാൻ അറിയുന്നവർ മാത്രം, ഒരു ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി അറിയുന്നവർ മാത്രം, ഇതുപോലെ ഗ്രാഫ് തന്നാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ടേബിൾ ഉണ്ടാക്കാൻ, പട്ടിക ഉണ്ടാക്കാൻ വേണ്ടി അറിയുന്നവർ മാത്രം ഹാർട്ടിന് മോചി ഇടുക. എങ്ങനെ ടേബിൾ ഉണ്ടാക്കുക? ഇവിടെ ഗ്രേഡും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് എന്ത് കൊടുത്തിട്ടുള്ള ഹെഡിങ്ങുകൾ അല്ലേ. അത് ഹെഡിങ് കൊടുത്തിട്ട് ടേബിൾ ഉണ്ടാക്കുക. ഗ്രേഡും നമ്പർ ഓഫ് സ്റ്റുഡൻസും. ഗ്രേഡുകൾ ഏതൊക്കെ ഉണ്ടായിരുന്നത്? എ മുതൽ ഇ വരെയുള്ള ഗ്രേഡുകൾ ഇവിടെ ഉണ്ട്. അത് ഗ്രേഡിന് നേരത്തായി ഞാൻ എഴുതി. പിന്നെന്താ ഉള്ളത്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അതിന് നേരെ എന്താ എഴുതേണ്ടത്? ഓരോ ഗ്രേഡും അത് കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ് എഴുതേണ്ടത്. എ ഗ്രേഡ് എന്താണ്? 7 കുട്ടികൾക്കാണ് കിട്ടിയത്. അപ്പൊ 7 അതിന് നേരെ. ബി ഗ്രേഡ് 9 കുട്ടികൾക്കായിരുന്നു. സി ഗ്രേഡോ? സി ഗ്രേഡ് 8 കുട്ടികൾക്കാണ്. അത് എഴുതി. ഡി ഗ്രേഡ് 7 കുട്ടികൾക്ക്. ഇ ഗ്രേഡ് എന്താണ്? 6 കുട്ടികൾക്കാണ്. അപ്പൊ ഇ ഗ്രേഡ് 6 കുട്ടികൾക്ക്. അപ്പൊ ഓരോ ഗ്രേഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അത് കിട്ടിയ കുട്ടികളെ എണ്ണം കാണിക്കുന്ന ടേബിളുമായി ആ ഗ്രാഫ് നോക്കി നമ്മൾ ടേബിൾ ഉണ്ടാക്കി. ഇതോടുകൂടി ഈ ചോദ്യം ഫുൾ സെറ്റ്. പിന്നെ അതുപോലെ ഈ ഗ്രാഫിൽ നിന്ന് 2 ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കും. 2 ചോദ്യങ്ങൾ ഉണ്ടാക്കി പറയാൻ നമ്മൾ ചോദിക്കും. അപ്പൊ നമ്മൾ ഉണ്ടാക്കി എഴുതും വേണം കേട്ടോ. വേണം ഞാൻ ഒരു ചോദ്യം ഉണ്ടാക്കാം. ഡി ഗ്രേഡ് എത്ര കുട്ടികൾക്ക് കിട്ടി? അല്ല വേണ്ട, സി ഗ്രേഡ് എത്ര കുട്ടികൾക്ക് കിട്ടി? അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ഒരു ചിത്രം നോക്കിയിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ചോദ്യം ഉണ്ടാക്കാനും നമ്മൾ എക്സാമിൽ ചോദിക്കും. അത് സിമ്പിളാണ്. അത് ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനൊരു ചിത്രം തന്നിട്ട് അത് ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനും അതിനൊരു ചോദ്യം ഉണ്ടാക്കാനും അത് ഉപയോഗിച്ചൊരു ടേബിൾ ഉണ്ടാക്കാനും നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഇത് പഠിച്ച ആൾക്കാർക്കൊക്കെ ഒരു ആക്ടിവിറ്റി സെറ്റ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണിത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇനി വൈകുന്നേരം ഏറെക്കുറെ ലൈവിൽ പഠിക്കണം. കൃത്യമായിട്ട് ലൈവിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ ചോദ്യം അതിന് ഉത്തരം ഇതാണ് സിമ്പിൾ ആയിട്ട് ട്രിക്കും മാഷി പറഞ്ഞിരുന്ന കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാം നോട്ടുകളൊക്കെ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അയച്ചു തരികയും ചെയ്യും. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ പേടിക്കേണ്ട. നമ്മൾ കമന്റ് സെക്ഷനിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് കണ്ട് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയുന്ന കേട്ടോ.
അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വൈകുന്നേരം ലൈവ് മിസ്സാക്കാതിരിക്കുക. നമുക്ക് ലൈവിൽ കാണാം കേട്ടോ. മുഴുവൻ കാര്യങ്ങൾക്ക് പഠിക്കുക. അടുത്ത എക്സാമിന് ഫുൾ മാർക്ക് നമുക്ക് നേടാം. ലൈവിൽ കാണാം. ബൈ ബൈ.